ഇപ്പോൾ എ കെ അഷ്റഫ് എം.എൽ.എ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. എം.എൽ.എ കേൾക്കാമോ? എം.എൽ.എ, ഇപ്പോൾ തിരച്ചിൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മാൽപേ തിരച്ചിലായി ഇറങ്ങുന്ന ഒരു ഘട്ടത്തിൽ പോലീസ് തടഞ്ഞതായിട്ടുണ്ട്. അതായത് നിലവിൽ പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് ദുഷ്കരമാണെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷേ ദൗത്യത്തിൽ ഇനി ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയും, അല്ലേ? ഞാനിപ്പോ ഈ രണ്ടാമത്തെ തെരച്ചിൽ നടത്താൻ വേണ്ടി കർണാടക ഗവൺമെന്റിനെ സമീപിച്ച കേരളത്തിലൊരു MLA ആണ്. രണ്ടാമത് അത് തുടങ്ങുന്ന സന്ദർഭത്തിൽ അനിശ്ചിതത്വങ്ങളൊക്കെ പരിഹരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഞാൻ അവിടെ ലൈവായിട്ട് ആ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദയവ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ ലോറിയുടെ കഷ്ണങ്ങളും ഭാരത് ബൻസയുടെ പ്രിയപ്പെട്ട അർജുൻ്റെതെന്ന് കരുതുന്ന കഷ്ണങ്ങളൊക്കെ ലഭിക്കുന്നുവെങ്കിലും അവസാനം അവിടുത്തെ MLA-യും ഞാനും ജില്ലാ കളക്ടറും ST അടക്കമുള്ള ആളുകൾ ഒരു തീരുമാനമെടുത്തു. ഡ്രഡ്ജിങ് കൊണ്ടുവരാതെ ഈ തെരച്ചിലിന് കൃത്യമായ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ആ മീറ്റിംഗിലെ തീരുമാനം. അതിന്റെ പിറ്റേ ദിവസം 2 ദിവസം തെരച്ചിൽ നടത്തിയെങ്കിലും തെരച്ചിൽ കൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിട്ടുന്ന പലതും മറ്റൊരു ടാങ്കറിൻ്റെതായി മാറുന്നു. ഇപ്പൊ അതിനിടയിൽ അന്ന് അവര് ഈ ഡ്രഡ്ജിങ് ഗോവയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരു 50 ലക്ഷം രൂപയുടെ ചെലവാണ് പ്രതീക്ഷിച്ചത്. ഇന്നലെ ഞാൻ അവിടുത്തെ കളക്ടറുമായി സംസാരിക്കുമ്പോൾ ആ കമ്പനി 1 കോടി രൂപ ഇത് കൊണ്ടുവരാൻ വേണ്ടി ചെലവ് വരുമെന്ന് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഗവൺമെന്റിൽ നിന്ന് ഒരു അനുവാദം വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്, എങ്കിൽ കുറെ ദിവസം നീണ്ടു പോകില്ല എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ ഇടപെട്ട ഒരാളാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട കോഴിക്കോട് MP MK രാഘവേട്ടൻ. അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി CM-മായും ഓരോ നിമിഷവും ഈ വിഷയത്തിൽ സംസാരിച്ച ഇടപെട്ട ഒരാളാണ്. അവിടെ ദിവസങ്ങളോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ രാഘവേട്ടന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, നമ്മൾ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് ആ മുകളിലുള്ള കല്ലും മരങ്ങളും മണ്ണും മാന്തിയാൽ നമുക്ക് 100% ഭാരത് ബെൻസ് ലോറി കണ്ടെത്താൻ പറ്റും. ബെൻസ് കണ്ടെത്തിയാൽ നമ്മളൊക്കെ ദിവസങ്ങളായി കാത്തു നിൽക്കുന്ന പ്രിയപ്പെട്ട അർജുനെയും നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഇപ്പൊ ചെറിയ അനിശ്ചിതത്വങ്ങളൊക്കെ നിലനിൽക്കുന്നുവെങ്കിലും അദ്ദേഹം പിന്നെ ബഹുമാനനായ MK രാഘവൻ MP അവിടുത്തെ CM-മായും ഡെപ്യൂട്ടി CM-മായും ബന്ധപ്പെട്ട ആ 1 കോടി രൂപ ചെലവ് വരുന്നതാണെങ്കിൽ പോലും അതെന്തായാലും ഡ്രഡ്ജിങ് കൊണ്ടുവരണം, ഈ തെരച്ചിൽ അവസാനിപ്പിക്കാതെ ഇതിന് റിസൾട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യവുമായി ഇപ്പോഴും നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്, അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA, ഒരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് ആദ്യം ചിലവ് 50 ലക്ഷം രൂപയാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതായത് 22 ലക്ഷം രൂപ ട്രാൻസ്പോർട്ടേഷൻ ചെലവായി വരും, ദിനം പ്രതി 4 ലക്ഷം രൂപ വാടക നൽകണം. ഇത് പെട്ടെന്ന് ഈ 1 കോടിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? കമ്പനി എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അങ്കോല IB-യിൽ ഇതിന്റെ ചർച്ച നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് പങ്കെടുത്തൊരു MLA ആണ്. അവർ ഓരോ എസ്റ്റിമേറ്റ് DC-യുമായി സംസാരിക്കുമ്പോൾ 25 ലക്ഷം രൂപയുടെ ട്രാൻസ്പോർട്ടേഷൻ വരും, പിന്നെ പഴയ ഒരു 4 ലക്ഷം, അങ്ങനെ വെച്ച് 50 ലക്ഷം പോലുമല്ല, ഒരു 40 ലക്ഷം എന്നൊക്കെ പറഞ്ഞതാണ്. പിന്നീട് അവര് ജില്ലാ ഭരണകൂടത്തോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഈ ഡ്രഡ്ജിങ് മിഷൻ ഒന്ന് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് 10 days പെർ ഡേ 4 lakhs വെച്ച് ഡീസൽ അടക്കം വരുമ്പോൾ 5 ലക്ഷം വരും. 10 ദിവസം മാക്സിമം നമുക്ക് എമൗണ്ട് നിങ്ങൾ തരണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 1 കോടി രൂപയിലേക്ക് എത്തുന്നത്. ശരി, താങ്ക് യു. എന്തായാലും MLA പ്രതികരിച്ചതിന് നമുക്ക് ഈ വാർത്തകളിലേക്കൊക്കെ തന്നെ തിരിച്ചെത്താം. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക്